ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു മിനി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഔട്ട് വീഡിയോ, അതും ഫുള്ളൊന്നുമില്ല കേട്ടോ, ഫുൾ ഡേ ഇല്ല, ഒരു ഹാഫ് ഡേ. ഇപ്പം അല്ലുവിനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവെക്കാൻ പോകുന്നതാണ്, കൊണ്ടുവയ്ക്കാനല്ല കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പം ഡാൻസ് ക്ലാസ്സിന് പോവാണെന്ന് അന്നേരം പറഞ്ഞ സമയത്ത് അവളിങ്ങനെ കളിക്കുന്ന കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നാലും പെട്ടെന്നൊക്കെ എത്തൊരു കാമണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ എത്തലുണ്ട്. ബസ്സിലൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. പിന്നെ അവിടെ എത്താനായി കേട്ടോ. ആദ്യം അവളുടെ ക്ലാസ് രാവിലത്തെ ബാച്ചായിരുന്നു, 10 മണി തൊട്ടിട്ട് 11:30 വരെ ആയിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് 11:30 തൊട്ടിട്ട് ഉള്ള ബാച്ചിലാണ് അവളുള്ളത്. അപ്പോൾ 11:30 തൊട്ടിട്ട് 1 മണി വരെയാണ് അവളുടെ ഡാൻസ് ക്ലാസ്. അപ്പം ഞാനത് പ്രേമിന് ലീവുള്ള സമയമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളെ അവിടെ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്താണ് മേടിക്കുക, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേയും പിന്നെ 4th സാറ്റർഡേ മാത്രമാണല്ലോ ലീവുള്ളത്. അല്ലാത്ത ഫസ്റ്റും 3rd സാറ്റർഡേ ഞാൻ അവിടെ തന്നെ ഇരിക്കും ക്ലാസ്സിൽ. പിന്നെ നമ്മൾ സൺഡേ ആണ് കേട്ടോ മീൻ മേടിക്കുന്നത്. എന്നിട്ട് ഫ്രീസറിലത് ഓരോ ബോക്സിലാക്കി വെക്കും. പിന്നെ നെക്സ്റ്റ് സൺഡേ ആണ് മേടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് മീനാണ് ഇവിടെ വന്നേരം തൊട്ടിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ മീൻ മേടിക്കാറ്. അഷ്ടമുടി അതാണ് അവിടെ അഞ്ചലിലുള്ള അവിടെ നിന്നാണ് നമ്മൾ മീൻ മേടിക്കാറ്. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചത് നെയ്മീൻ ചൂരയാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല മീൻ തന്നെയാണ്. ചൂര ആയതുകൊണ്ട് ഞാൻ നെയ്മീനിൻ്റെ അതേ ടേസ്റ്റിനെയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് പിന്നെ ഈ വലിയ മീനിൻ്റെ ഒന്നും പേരങ്ങനെ അറിയൊന്നുമില്ല. മത്തി, കൈല, ചെമ്മീൻ, കല്ലുമ്മക്കായ് ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. പിന്നെ ഒരു പുയ്യാപ്പിള മീനുണ്ട് കേട്ടോ, അത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. പിന്നെ നമ്മൾ അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. കുറേ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, 1 മാസത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ ദിവസം ആക്കി. അങ്ങനെ പുട്ടുപൊടിയും അല്ലാണ്ടുള്ള ബാക്കിയുള്ള പൊടികളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മളെപ്പോഴും എടുക്കാറുള്ളത്. പിന്നെ ഓരോ സെക്ഷൻ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ വരെ എടുത്തു പോവും. അതൊക്കെ എന്താ പറയുക, നമ്മൾ കണ്ണ് അതിലേക്ക് ഉടക്കി പോവല്ലേ. ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇന്നത് വേണോ എന്നൊക്കെ നമ്മൾ തന്നെ വിചാരിക്കും, വേണ്ടാത്തതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തു. സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒരുവിധം സമയമായിട്ടുണ്ട്, 1 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കാണല്ലോ അവളെ ഡാൻസ് ക്ലാസ് കഴിയുക. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഫുഡ് മേടിക്കാനുണ്ട്, പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഇനി അവളെയും കൂട്ടിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പം നമ്മൾ ഞായറാഴ്ച നമ്മൾ അധികം ഫുഡ് പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ പാഴ്സൽ മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിക്കും. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കും. അങ്ങനെയാണ്, സൺഡേ ആണ് നമ്മളെല്ലാ പരിപാടികളും ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് പിന്നെ അവളെ അവിടെ ആക്കിയിട്ട് നമ്മൾ പോയിട്ട് മേടിക്കലുണ്ട്. പക്ഷേ ഇന്ന് ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അവളെയും കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കും ജ്യൂസ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റി സൂപ്പാക്കി. അങ്ങനെ അവൾക്ക് ജ്യൂസും ഞാൻ സൂപ്പും പറഞ്ഞു. അല്ലു ചെറിയ ദേഷ്യത്തിലാണ്. അവൾ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. പക്ഷേ അമ്മ ഉള്ളതുകൊണ്ട് നമ്മൾ പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് പിന്നെ ചിലപ്പോൾ നമ്മൾ അമ്മേനെയും കൂട്ടിയിട്ട് വന്നിട്ട് അങ്ങനെ കഴിക്കലാണ്. അപ്പോൾ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഓക്കെ ആയി കേട്ടോ. അങ്ങനെ അവളെ ജ്യൂസും വന്നു, എൻ്റെ സൂപ്പും വന്നു. അപ്പോൾ സൂപ്പ് കണ്ടപ്പോൾ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നീ ജ്യൂസ് കുടിക്ക്, എന്നിട്ട് സൂപ്പ് തരാം, അപ്പോഴത്തേക്കത് ചൂട് തണിയട്ടെ എന്ന് കരുതി അങ്ങനെ അവിടെ വെച്ചു. അങ്ങനെ നമ്മൾ പാഴ്സലും വാങ്ങിച്ചിറങ്ങി കേട്ടോ. അവളെന്തൊക്കെയോ പറയുന്നുണ്ട്. ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രേമ, അതിൻ്റെ അടുത്തുള്ള ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ചോക്ലേറ്റിന് പിന്നിൽ വേറൊരു കഥയും കൂടിയുണ്ട്. ഞാൻ എപ്പോഴും ഒരിക്കൽ എവിടെയോ പോയപ്പോൾ ഇത് കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ മേടിച്ചില്ലായിരുന്നു, പിന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പ്രേമ അത് ഓർത്ത് വെച്ചിട്ട് എനിക്കിപ്പോൾ അത് മേടിച്ച് തന്നു. അപ്പോൾ അവളിങ്ങനെ പറയാം ഇത് എനിക്ക് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ല, എല്ലാവർക്കും കൂടിയാണ് എനിക്ക് മേടിച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കേട്ടോ അവളോട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതിൽ ചോക്ലേറ്റ് നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റാണ്.
പിന്നെ നമ്മൾ ഇറങ്ങി. ഇതൊരു അമ്പലം കേട്ടോ സൈഡിൽ കാണുന്നത്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം പിന്നെയും പോകണം. എൻ്റെ മക്കൾ എന്താ വെയിൽ, ഈ വെയിലത്ത് പുറത്തിറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അത്രയും ചൂടെന്ന് വെച്ചാൽ ചൂടിന് ഭയങ്കര കാഠിന്യമാണ്. ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ പ്രേമ പറഞ്ഞു, ഏതായാലും നീ വീഡിയോ എടുക്കുന്നില്ലേ, എൻ്റെ ബ്രാഞ്ച് എന്തായാലും കാണിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പ്രേമ വർക്ക് ചെയ്യുന്ന ബ്രാഞ്ചാണ് ഇത്. സെൻട്രൽ ബാങ്ക് ഇവിടെയുള്ള ബ്രാഞ്ച്, കാഞ്ഞുവയലിലുള്ള ബ്രാഞ്ച്. നമ്മളിപ്പം കൊല്ലത്താണല്ലോ, അപ്പോൾ ഇപ്പം ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇപ്പം ഇനി പോകാനായി, അതുകൊണ്ട് ഇതൊരു ഓർമ്മയാണല്ലോ. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതും കൂടി കാണിച്ചേക്കാമെന്ന് കരുതി. പിന്നെ ആ ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കേട്ടോ. ഇതാകുമ്പോൾ നല്ല ലൊക്കേഷനാണ്, പാർക്കിങ് എല്ലാം നല്ല സൗകര്യമാണ്. അങ്ങനെ അതും കൂടി കാണിച്ചേക്കാമെന്ന് കരുതി എടുത്തതാട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇനി വീട്ടിലേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല എന്താ പറയുക, നല്ല ലൊക്കേഷനാണ്. നമ്മളൊരു മലയോര മേഖലേൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ നമ്മളെ വീടല്ല, നമ്മൾ റെൻറ്റിന് നിൽക്കുന്ന വീട് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം 3 കൊല്ലമായി. ഇനിയിപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ട്രാൻസ്ഫർ കിട്ടാനായി. ഏപ്രിലൊക്കെ ആകുമ്പോൾ അടുത്ത ട്രാൻസ്ഫർ ഉണ്ടാവും. 3 കൊല്ലം കൂടുമ്പോൾ മാറും. അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്ന വീട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒരു ഓർമ്മയായിരിക്കും. എല്ലാം എന്താ പറയുക, വീഡിയോയിൽ പകർത്തി വെക്കാമെന്ന് കരുതി. എല്ലാം ഒരു ഓർമ്മയല്ലേ. അപ്പോൾ ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.